ഇവിടെ പ്രേക്ഷകരെ ഉടനടി വാർത്ത ഇപ്പം നിൽക്കുന്നത് നമ്മുടെ മല്ലപ്പള്ളി KSRTC ഡിപ്പോ കേട്ടോ. മല്ലപ്പള്ളി KSRTC ഡിപ്പോയെ പറ്റി പല വർഷങ്ങളായിട്ടുള്ള പരാതിയുണ്ട് കേട്ടോ. ഈ ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത് മണിമലയാറിനെ ഓട് ചേർന്നുള്ള, അതായത് പുറമ്പോക്കം എന്നൊക്കെ, ആറ്റുപുറമ്പോക്കം എന്ന് പറയും, മനസ്സിലായല്ലോ. അതേ ഇതിനപ്പുറത്തെല്ലാം വെള്ളമാണ് ഇപ്പോഴും കേട്ടോ. ഇന്നും വെള്ളപ്പൊക്കമായിട്ട് ഏതാണ്ട് ഇന്നലെ മിനിങ്ങാന്നൊക്കെ വെള്ളം ഇറങ്ങിയതാണ്. നമുക്കറിയാം മണിമലയാറിൻ്റെ തീരങ്ങളിലെല്ലാം, താഴത്തെ പ്രദേശങ്ങളെല്ലാം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വെള്ളത്തിലായിരുന്നു, മനസ്സിലായില്ലേ. മുണ്ടക്കയം മുതൽ അത് ഈ മണിമലയാറ് അതിന് വരുന്ന വെള്ളം കൂട്ടിക്കൽ, മുണ്ടക്കയം, കുട്ടിക്കാനം ഇങ്ങനെ വരുന്ന വെള്ളമാണ് മണിമലയാറ്റിൽ ഇങ്ങനെ പലയിടത്തു നിന്നും ഇടത്തോടുകളും ഇടപ്പുഴയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള പുഴകളെല്ലാം കൂടെ സംഗമിച്ചാണ് മണിമലയാറ്റിൽ വെള്ളം ഇങ്ങനെ വന്നിട്ട് മല്ലപ്പള്ളി, വെണ്ണിക്കുളം ഇങ്ങനെ പോവുകയാണ്. തിരുവല്ല, ചെങ്ങന്നൂർ, അപ്പോൾ മനസ്സിലായല്ലോ. നല്ല വിസ്താരമൊക്കെ ഉണ്ട്, നല്ല ഡിപ്പോയൊക്കെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളം കയറുന്നത് ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് മാറുക. കാരണം ഇവിടുത്തെ ജീവനക്കാരുടെ, ഇവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യമൊക്കെ കഷ്ടത്തിലാണ് കേട്ടോ. നമ്മുടെ പ്രിയദർശിനി ബസ് എത്രണ്ണോ കിടക്കുന്നു നോക്കി, പല കിടക്കും. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ബസ്സെല്ലാം ഇവിടുന്ന് മോളി റോഡിൽ കയറ്റിട്ടേക്ക് കേട്ടോ. ഒരു ഡിപ്പോ ഉണ്ടെന്ന് പോലും അറിയത്തില്ല കേട്ടോ. അതുപോലെ ശോചനീയാവസ്ഥയാണ് കേട്ടോ ഡിപ്പോയുടെ. പണ്ടൊക്കെ എങ്ങാണ്ട് നിർമ്മാണം നടത്തിയ, കാരണം ഇവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടിയാണ് അവരും, ഈ ഡ്രൈവറും കണ്ടക്ടർമാരും ഇവിടുത്തെ ജീവനക്കാരും ഇത്തരം ബിൽഡിങ്ങുകളിൽ ഇരിക്കുന്നതെന്നൂടെ കണക്കൂട്ടി. ഒരു കാട്ടിനകത്ത് KSRTC ഡിപ്പോയുടെ പടുതിയാണ്. എല്ലാവരും സൂക്ഷിച്ച് നോക്കുക. നിരവധി ബസ്സുകളാണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ. കോട്ടയം, എറണാകുളം, പുനലൂർ, അതുപോലെ തിരുവനന്തപുരം വണ്ടിയൊക്കെ ഇഷ്ടം പോലെ മല്ലപ്പള്ളി ഡിപ്പോയിൽ നിന്നുണ്ട്. ആ വെള്ളം കെട്ട് നിന്നതിൻ്റെ ബാക്കി പത്രം കേട്ടോ അതേ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ മെയിൻ റോഡാണേ. അടിപൊളി ബസ്സൊക്കെ കിടപ്പുണ്ട്. KSRTC ഡിപ്പോ എന്ന് കണ്ടോ എഴുതിയേക്കുന്നത്, കണ്ടോ, മല്ലപ്പള്ളി ഡിപ്പോ. ഒരു പുരാവസ്ഥ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. KSRTC പഴയ ബസ്സിൻ്റെ ഒരു ബോഡി. മൊബൈൽ വർക്ക്ഷോപ്പാണേ. ഇവിടെ തന്നെ വെള്ളം കയറിയുള്ള അവസ്ഥ ചിന്തിച്ച് നോക്കി. രാത്രി നൈറ്റൊക്കെ ഓടാൻ വേണ്ടി ജീവനക്കാരും കണ്ടക്ടർ, ഡ്രൈവറൊക്കെ ഇവിടെ വരുന്നതാണ്. സത്യം പറഞ്ഞൊരു പാമ്പ് കയറി കിടന്നാൽ പോലും ഇവിടെ അറിയത്തില്ലെന്നുള്ള സത്യം. അത്രയും പോലും സേഫ്റ്റി അല്ല. ഇത് വർക്ക്ഷോപ്പ്. ഇവിടുത്തെ സ്റ്റാഫ് ഇനി മഴക്കാലമായതുകൊണ്ട് എന്നാലും ആളുണ്ട് കേട്ടോ. ഫാൻ കറക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നില്ല, പറഞ്ഞോ? മല്ലപ്പള്ളിയിൽ നിന്ന് കോഴഞ്ചേരി റൂട്ടിൽ ഏതാണ്ട് 1 കിലോമീറ്റർ വരണം KSRTCയുടെ ഡിപ്പോ, മല്ലപ്പള്ളി ഡിപ്പോ കാണണമെങ്കിൽ കേട്ടോ. അതുവഴിയാണ് വണ്ടി ഇറങ്ങി വരുന്നത്. ഒരു പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഡിപ്പോയിലാണ് കേട്ടോ. അപ്പം നല്ലൊരു പുതിയൊരു KSRTCയുടെ മല്ലപ്പള്ളി ഡിപ്പോ നമുക്ക് പ്രതീക്ഷിക്കാം. അധികം താമസിക്കാതെ അതിനുള്ള വികസനം നടക്കട്ടെ, വെള്ളപ്പൊക്ക ഭീഷണിയൊക്കെ ഒഴിവാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ. ഓക്കെ, താങ്ക് യു.